ഇവിടെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കുംഭമേള നടന്നു, ഹരിദ്വാറിലെ കുംഭമേള. ആ കുംഭമേളയിൽ ആയിരക്കണക്കിന് സന്യാസിമാർ നൂൽബന്ധമില്ലാതെ പരിപൂർണമായി നഗ്നരായി, ആയിരക്കണക്കിന് സന്യാസിമാർ പരിപൂർണം നഗ്നരായി തെരുവുകളിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോകൾ ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി പുറത്തു വരുന്നു. എന്താണ്? ആർക്കും ഒരു പ്രതികരണവുമില്ല. കാരണം എന്താ? അവര് മഹർഷിമാരാണ്, സന്യാസിമാരാണ്. അവർക്ക് ഈ ലോകത്തോട് യാതൊരു താല്പര്യവുമില്ല, അവർക്ക് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല, ആർക്കും അതിനെക്കുറിച്ചൊരു അഭിപ്രായവുമില്ല. ഹൈന്ദവ മതവിശ്വാസമനുസരിച്ച് എത്രയോ ദേവീദേവന്മാർ പൂർണ്ണ ആഭരണ വസ്ത്രത്തോടുകൂടിയാണ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളുള്ളത്. ഈ മൂർത്തിഭാവങ്ങളിലെ അല്ലെങ്കിൽ ആരാധനാ പാത്രങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് പരമശിവന് ആണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. ആ പരമശിവൻ എത്രയോ മാന്യമായ നിലയിലാണ് വേഷഭൂഷാദികളോടുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി പാർവതി അവരെത്രയോ മാന്യമായ നിലയിലാണ് വേഷഭൂഷാദികളോടുകൂടി. അങ്ങനെ ആ ചിത്രങ്ങളാണല്ലോ ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവനും പാർവതിയും ഒക്കെയായി സങ്കല്പിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ വേഷവിധാനം എത്രയോ മാന്യമാണ്. എത്ര ദേവീദേവന്മാരാണ് ഇങ്ങനെ നഗ്നരായി കാണപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി ചില മേഖലകളിൽ ഉണ്ടായേക്കാം. എന്നാൽ ഇവിടെ പരിപൂർണ നഗ്നരായ ഒരു വിഭാഗം ആളുകൾ രാജ്യത്തിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഒക്കെ വിപരീതമായി അവർ സഞ്ചരിക്കുന്നു. ആരെങ്കിലും അവരെ തടയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അത് അവർക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടം മുതൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ പുതിയ വിവാദം, കുറച്ചു നാൾ മുമ്പ് ബീഫ് വിവാദം, അത് കഴിഞ്ഞ് ലവ് ജിഹാദ്, അതിനുശേഷം വന്നു നാർക്കോട്ടിക് ജിഹാദ്. ഇങ്ങനെ തുടങ്ങി തൊട്ടതും പിടിച്ചതിനുമൊക്കെ ഒരു സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, അവരെ അപരവൽക്കരിക്കുക, എന്നിട്ട് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങളെ വിവാദത്തിൽ തന്നെ പെടുത്തുക, അവർക്ക് പുരോഗതിയിലേക്ക് പോകാൻ അവരെ അനുവദിക്കാതെ അവരെ ഇങ്ങനെ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയതയുടെയൊക്കെ പേര് പറഞ്ഞ് അവരെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി സമസ്ത മേഖലയിലും അവരെ പിന്നോക്കം കൊണ്ടുപോകുവാനുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമം എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ജനാധിപത്യ മതേതരത്വ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ മനുഷ്യന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇവിടെ ഇറച്ചി കഴിച്ചാൽ അത് പശുവിന്റെ ഇറച്ചിയാണെന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് വീട്ടിനകത്ത് പോലും കയറിച്ചെന്ന് അയാളെ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന, കുത്തിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന, കാട്ടാളരെ പോലും ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് സംഘപരിവാർ മുന്നോട്ട് പോകുന്നു. ഇത് മുസ്ലിമുകൾക്ക് നേരെ മാത്രമല്ല, എത്രയെത്ര ആളുകളെയാണ് സംഘപരിവാർ നിഷ്കാസനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് മുസ്ലിമുകൾക്ക് നേരെയാണ് എന്ന് മാത്രം പറഞ്ഞിരുന്ന ആളുകൾ ആ അവസ്ഥയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക, ആ അവസ്ഥയിൽ നിന്ന് മാറി മുന്നോട്ട് പോകുകയാണ്. സംഘപരിവാർ മുഴുവൻ ജനതയ്ക്കും ആപത്താണ്. RSS ഈ രാജ്യത്തിന് തന്നെ അപകടമാണ്. കാരണം രാഷ്ട്രപിതാവിനെ കൊന്നുകൊണ്ടാണ് RSS അതിന്റെ പ്രവർത്തന പാന്താവിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മതേതരത്വ ചേരി കൂടുതൽ രൂഢമൂലമായി ജാഗ്രതാപൂർണമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ രാജ്യം കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക. നമുക്ക് വേണമെങ്കിൽ ഒരു ന്യായം കണ്ടെത്താം. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് നേടി അധികാരത്തിൽ വന്നവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസത്തിന് മുമ്പ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു വേള സംഘപരിവാറിന്റെ RSSന്റെ BJPയുടെ ഇഷ്ടതോഴനായിരുന്ന ബാൽ താക്കറയുടെ മകൻ ഉദ്ധവ് താക്കറെ 2 ദിവസത്തിന് മുമ്പ് പറയുകയുണ്ടായി, വോട്ടിംഗ് മിഷൻ അതുള്ളിടത്തോളം കാലം BJPക്ക് എത്ര തവണ വേണമെങ്കിലും, എത്ര സീറ്റിൽ വേണമെങ്കിലും വിജയിക്കാമെന്ന്. അത് വെറുതെ പറഞ്ഞതല്ല. അതിന്റെ
മറ്റു വശങ്ങളെ സംബന്ധിച്ച് കൂലങ്കഷമായ ചർച്ച നടന്നു രാജ്യത്ത്. നിർഭാഗ്യവശാൽ അത് ഗൗരവമായ തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ, അതിൽ ഇടപെടൽ നടത്തുന്നതിൽ വേണ്ടപ്പെട്ടവർ, ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവർ അതിൽ ബോധപൂർവമായ ഒരു നിസ്സംഗതയാണ് പാലിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനി ഈ പള്ളിമുക്കിന്റെ വിരിമാറിൽ 90കളുടെ തുടക്കത്തിലും 90കളുടെ ഒടുക്കത്തിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന 98 മാർച്ച് 31 തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും ഈ പള്ളിമുക്കിലടക്കം കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പാതിരാവുകളോളം മൈക്കുകെട്ടി പറയുകയുണ്ടായി, നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും വലിയ ഭീകരമായ ഒരു സംഘം അതിന്റെ എല്ലാ ആയുധ സജ്ജീകരണങ്ങളോടും കൂടി അവർ കടന്നു വരികയാണ്. അവർ സംഘപരിവാർ ഫാസിസ്റ്റുകളാണ്, അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ്, രാജ്യദ്രോഹികളാണ്. ഈ രാജ്യത്തെ അപകടത്തിലാക്കുവാൻ പോകുന്ന ഒരു സംഘമാണവർ. അവർക്കെതിരെ മതേതര ചേരി ജാഗ്രത പാലിക്കണം എന്ന് അബ്ദുൽ നാസർ മഅദനി പറയുകയുണ്ടായി. അന്ന് പലർക്കും ഇത് തിരിയുന്നുണ്ടായിരുന്നില്ല, അന്ന് പലർക്കും ഇത് മനസ്സിലാകുമായിരുന്നില്ല. അവര് പറഞ്ഞു, ഉത്തരേന്ത്യ അവിടങ്ങളിൽ സംഘപരിവാർ കാട്ടിക്കൂട്ടുന്നതിന് എന്തിനാണ് കേരളത്തിൽ നമ്മൾ വേലി തീർക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അയോധ്യയിൽ മഴ പെയ്യുന്നു, ഇവിടെ കൊല്ലത്തെന്തിനാ കൊട പിടിക്കുന്നതെന്ന് ചോദിച്ചവരുണ്ട്. അബ്ദുൽ നാസർ മഅദനി RSSനെ കാണിച്ച് കേരളത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാക്ഷേപിച്ചവർ, രാഷ്ട്രീയപരമായി മഅദനിയെ ഉന്മൂലനം ചെയ്യുവാൻ നോമ്പ് നോറ്റ സംഘപരിവാറിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തവർ, എല്ലാവിധമായ പിന്തുണ നൽകിയവർ, രാഷ്ട്രീയമായി സാമ്പത്തികമായി മറ്റ് ഭൗതിക തലങ്ങളിൽ മഅദനിയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പിന്തുണ കൊടുത്തവർ, നിശബ്ദത പാലിച്ചവർ ഇന്ന് വല്ലാതെ വിരല് കടിക്കുകയാണ്. ആദ്യം അവർ നഖം കടിച്ചു, പിന്നീട് അവർ വിരല് കടിച്ചു, ഇപ്പോഴവർ കൈകൾ തന്നെ കടിച്ചിട്ടും തിരിച്ചറിയാത്ത അവസ്ഥയിൽ സംഘപരിവാർ ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ആർക്കെങ്കിലും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പ്രസ്ഥാനത്തിനും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും സംഘപരിവാർ എന്ന ആ ഭീകര ജീവിയെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ആവശ്യം ദളിത് പിന്നോക്ക മതന്യൂനപക്ഷ ശാക്തീകരണവും ആ മർദ്ദിത പക്ഷ ജനതയോടൊപ്പം മതേതര ചേരിയുടെ കൂടി സമ്മിശ്രമായ ഒരു കൂടിച്ചേരലിലൂടെയല്ലാതെ ഈ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് അബ്ദുൽ നാസർ മഅദനി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അന്ന് പലരും ചോദിച്ചു, ഈ പിന്നോക്കക്കാരനെയും ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ഒരു അപഹാസ്യമായ ചോദ്യമാണ് അന്ന് രാഷ്ട്രീയ തമ്പുരാക്കളിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്നാൽ 30 ആണ്ടുകൾ പിന്നിടുമ്പോൾ, 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഫാസിസത്തിന്റെ മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന മതേതര പ്രസ്ഥാനങ്ങൾ, അതിന്റെ നേതാക്കൾ ഓടി ഒളിക്കുന്ന ഒരു ദയനീയ രാഷ്ട്രീയ സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല നിർണായക ഘട്ടങ്ങളിൽ പാർലമെന്റിൽ, രാജ്യസഭയിലടക്കം ആളുകൾ എഴുന്നേറ്റ് നിന്നൊന്ന് പ്രതികരിക്കാൻ ആളില്ലാത്ത, നാഥനില്ലാത്തൊരവസ്ഥയായി ഇന്ത്യയുടെ പാർലമെന്റും രാജ്യസഭയും മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നാം കാണുന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ ആസൂത്രിതമായി, വംശീയമായി അവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതികൾ 1925 നാഗ്പൂരിൽ രൂപീകൃതമായ സംഘപരിവാർ RSS അന്ന് രൂപം കൊടുത്ത പദ്ധതികൾ 90കൾ മുതൽ ഇങ്ങോട്ട് പരസ്യമായ നിലയിൽ അത് പരീക്ഷിച്ച് വിജയിച്ച് അവർ മുന്നോട്ട് പോയി. അന്ന് പ്രതിരോധിക്കാൻ യാതൊരുവിധ താല്പര്യവും ഇല്ലാതിരുന്ന ആളുകളിലേക്ക് അവർക്ക് ഈ സംഘപരിവാറിന്റെ RSSന്റെ പിടിവീണപ്പോഴാണ് അവർക്കിതിന്റെ തിക്തവശങ്ങളെ കുറിച്ച് ബോധ്യമായത്. ഭരണകൂടം മുസ്ലിമീങ്ങൾക്കെതിരെ അത് ബോധ്യമാകാൻ ഈ രാജ്യത്ത് നിന്ന് മാറ്റിപ്പായിക്കപ്പെടും എന്ന CAA NRC വിഷയം രൂക്ഷമായപ്പോഴാണ് പലർക്കും അത് ബോധ്യമായി തുടങ്ങിയത്. ഇനിയും മിണ്ടാതിരുന്നാൽ ഇവിടെ നിന്നും പായേണ്ടി വരും, ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരുമെന്ന് പലർക്കും ഉൾഭയമുണ്ടായി. അങ്ങനെയാണ് പലരും സഹകരിക്കാൻ തന്നെ തുടങ്ങിയത്.
വേദികളിൽ ഐക്യപ്പെടാൻ, വേദികളിൽ യോജിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ, സമരങ്ങൾ സംഘടിപ്പിക്കാൻ പല രാഷ്ട്രീയ നേതാക്കളും തയ്യാറായത് CAA-യും NRC-യും വരേണ്ടി വന്നു. അന്ന് പലരും ചോദിച്ചു, മുസ്ലിമീങ്ങൾ കുറച്ചുകൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ എന്നാണ്. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ബിന്ദു കൃഷ്ണ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച, രക്തസാക്ഷിത്വം വരിച്ച ഏതാണ്ട് 50,000-ൽ വരുന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളാണ്. ഞങ്ങളുടെ പൂർവികർ, ഞങ്ങളുടെ മുൻഗാമികളാണ്. ആ ത്യാഗോജ്വലമായ പോരാട്ടത്തിലാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. അല്ലാതെ ബ്രിട്ടീഷുകാരന്റെ ഷൂനക്കിയും മാപ്പെഴുതി കൊടുത്ത സംഘപരിവാറുകാരന്റെ ഏതെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് സൗജന്യമായി കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം. ഇന്ന് കാണുന്ന ഈ ഇന്ത്യ മഹാരാജ്യം ഈ അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗത്ത് പുരോഗതിയിലെത്തി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. 100 ദേശാഭിമാനികൾ തങ്ങളുടെ ചുടു രക്തം കൊണ്ട് ചരിത്രം എഴുതിയതാണ് ഇന്നത്തെ ഇന്ത്യ. ഈ ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങളെ ആട്ടിപ്പായിക്കാൻ അണിയറയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെയൊക്കെയും സമയബന്ധിതമായി ഒരു ജനത പ്രതിരോധിക്കുകയും ആ പ്രതിരോധം ഏറെക്കുറെ വിജയം കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ പരമാധികാര കേന്ദ്രമായ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. ആ പാർലമെന്റ് ആക്രമണ കേസിൽ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു, അയാളൊരു മുസ്ലിമാണ് എന്ന കാരണം കൊണ്ട് ആ കേസിൽ ആരെയെങ്കിലും ഒക്കെ ശിക്ഷിക്കണമെന്ന ഒരു മുൻവിധിയോടുകൂടി അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. സ്വാഭാവികമായും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു പൗരന് മേൽക്കോടതികളെ സമീപിക്കാൻ, അയാളുടെ ന്യായവാദങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകാറുണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. എന്നാൽ അഫ്സൽ ഗുരുവിനെ അർദ്ധരാത്രി ധൃതി പിടിച്ച് ഭരണകൂടം തൂക്കിലേറ്റി. നാളുകൾക്ക് ശേഷം ചർച്ച വന്നു, വിവാദമായി. ആ വിവാദത്തിനൊടുവിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. പാർലമെന്റ് ആക്രമണ കേസിൽ യഥാർത്ഥത്തിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റേണ്ടതല്ലായിരുന്നു, തൂക്കിലേറ്റേണ്ടിയിരുന്നില്ല എന്ന നിലപാടിലേക്ക് നീതിന്യായ സംവിധാനങ്ങളും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ഒക്കെ അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിപ്പെട്ടു. എന്താണ് അതിന് ഫലം? അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. ഇങ്ങനെ മുസ്ലിമീങ്ങളെ ആദ്യം അവരെ മോശക്കാരായി ചിത്രീകരിക്കുക, എന്നിട്ട് അവർക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കുക. ആ പൊതുബോധമാണ് രാജ്യത്തിന്റെ മൊത്തം എന്ന ഒരു തെറ്റായ സന്ദേശം നൽകുക എന്നത് ഭരണകൂടങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ഏറ്റവും ഭീകരമായ ഒരു നടപടിയാണ്. ആ നടപടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, ഈ രാജ്യത്തെ ഏതാണ്ട് 24 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ, അവരില്ലാത്ത ഒരു രാജ്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മുസ്ലിമീങ്ങൾ ആരുമില്ലാത്ത ഈ രാജ്യത്തെ കുറിച്ചാണോ നരേന്ദ്രമോദിയും അമിത്ഷായും സ്വപ്നം കാണുന്നത്? അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ മരിച്ചു വീഴുന്നതും ഈ മണ്ണിൽ തന്നെയായിരിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളെ പുറത്താക്കിയിട്ട് ഈ രാജ്യത്തെ ഏതാണ്ടൊക്കെ നേടിക്കളയാമെന്നാണ് ഭരണകൂടങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇന്നലകളിൽ ഞങ്ങളുടെ ധീരദേശാഭിമാനികൾ ഇന്ന് ഞങ്ങൾക്ക് മുന്നിൽ ധീരതയോടുകൂടി പോരാടുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ തടവറയിലും അതിശക്തമായി പ്രതിരോധം തീർക്കുന്ന അബ്ദുൽ നാസർ മൈദനി ജീവിക്കുന്ന കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് മുസ്ലിംമാർ രൂപപ്പെടുന്നത്. പുതിയ തലമുറ ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നു. ഇന്നലകളിൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന സഹോദരിമാർ, അവരുടെ വീട്ടുകാര്യം, വിവാഹിതരാണെങ്കിൽ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യങ്ങൾ, മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഈറ്റപ്പുലികളെ പോലെ സംഘപരിവാറിന് മുന്നിൽ
ധീരതയോടുകൂടി ഒറ്റയ്ക്ക് പോരാടുകയാണ്. ഞങ്ങളെ അങ്ങനെയൊന്നും ഇവിടെ നിന്നങ്ങ് ഉന്മൂലനം ചെയ്യാമെന്ന് RSS സ്വപ്നം കാണേണ്ടതില്ല, BJP സ്വപ്നം കാണേണ്ടതില്ല, സംഘപരിവാർ സ്വപ്നം കാണേണ്ടതില്ല. കാരണം ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഒടുക്കവും ഈ മണ്ണിൽ തന്നെയായിരിക്കും. ഞങ്ങളെ ഇവിടെ പെൺകുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നില്ലേ ഓൺലൈൻ മാധ്യമങ്ങളോട്, ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഓരോ മണിക്കൂറിലും ഓൺലൈൻ ചാനലുകൾക്ക് മുമ്പിൽ പെൺകുട്ടികൾ, ബുർക്ക ധരിച്ചവർ, പർദ്ദ ധരിച്ചവർ, ഹിജാബ് ധരിച്ചവർ ധീരതയോടെ പറയുന്നു. എന്ത് പറഞ്ഞാലും മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നല്ലോ. പാകിസ്ഥാൻ, ഇന്ത്യ, ഇവരുടെയൊക്കെ അപ്പന്മാർക്ക്, അച്ഛന്മാർക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ പെൺകുട്ടികൾ അവർ കരുത്താർജിച്ചിരിക്കുന്നു.